ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. മഹത്വത്തിന് സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്ന് വിശ്വസിക്കുകയാണ്. 147 സങ്കീർത്തനം 15 തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അവിടുന്ന് തന്റെ കൽപ്പന ഭൂമിയിലേക്ക് അയക്കുന്നു, അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ഈ ശുശ്രൂഷ സമയങ്ങളിൽ കർത്താവ് തന്റെ വചനം അയച്ച് നമ്മൾ വിശുദ്ധീകരിക്കുവാനായിട്ട് പോവുകയാണ്. വചനം അയച്ച് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് അതിനുവേണ്ടി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ ബൈബിൾ നിങ്ങൾ കൈകളിൽ എടുക്കുക. ഇവിടെ പറയുന്ന ഓരോ വചനവും നിങ്ങൾ നോക്കുക, ഒരുമിച്ച് വായിക്കുക. ദൈവമക്കളെ, അതൊരു അഭിഷേകമാണ്. കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അല്പം വില കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അധികമായ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകരുവാനായിട്ട് തയ്യാറാകും. പ്രിയ സഹോദര സഹോദരി, ഈ ശുശ്രൂഷ കൊണ്ട് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളത് ഈശോയോട് പറ, സ്നേഹത്തോടൊന്ന് പറ. നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് അല്പസമയം പാടി ആരാധിക്കാനായിട്ട് ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഇത് അനുഗ്രഹത്തിന് സമയമാണ്. സ്വർഗം ഇറങ്ങി വരുന്ന അഭിഷേകത്തിന് മണിക്കൂറുകളാണിത്. നമുക്ക് കരങ്ങൾ അടിച്ച് വലിയ ശക്തിയോടെ നമ്മെ തന്നെ മറന്ന് പൂർണ്ണമായ ആനന്ദത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. പാടികേ. എത്ര നല്ലവൻ, യേശു സകലത്തിനും മതിയായവൻ. ആ ബോധ്യത്തോടെ പാട്. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. അവനത്ര എന്റെ യേശു. കർത്താവേ, ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു. അഭിഷേകം പകരണമേ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഇഹലോകമോ തരുകില്ലൊരു സുഖവും മനഃശാന്തിയതും. എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട്. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട്? എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും. പരസ്പരം നോക്കി പുഞ്ചിരിച്ച് എല്ലാവരും ഏറ്റു പറഞ്ഞേ. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കും മക്കളെ. അഭിഷേകം പകരുന്ന ദൈവമേ, വിടുവിക്കുന്ന കർത്താവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ, അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടണമേ. എല്ലാ ബന്ധന കെട്ടുകളെ പൊട്ടിക്കണമേ. നാളിതുവരെ പിശാച് ഞങ്ങളുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇട്ടിരിക്കുന്ന സാത്താന്യ അടിസ്ഥാനങ്ങളെ തകർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഇത് അനേകം കർത്തം തൊട്ടുകൊണ്ടിരിക്കുന്നു, അനേകം കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ബന്ധനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഓരോ യേശുവിനെ വിളിക്കേ, യേശുവിനെ വിളിക്കേ. യേശുവേ, യേശുവേ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും അഭിഷേകം പകരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമടിച്ച് നമുക്ക് ഏറ്റുപാടാം. ഹല്ലേലൂയ. എല്ലാവരും ഉണർവോടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി ഏറ്റുപറഞ്ഞ്. നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ അവൻ. എത്ര എന്റെ യേശു. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന
ഏറ്റവും അടുത്ത സഹായകൻ താൻ. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. ഒരിക്കൽ കൂടെ ബോധ്യത്തോടെ പാടാം. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ. സാധിക്കുന്ന എല്ലാവരും ഈ സമയം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ ടെലിവിഷന് മുൻപിലാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. വിശ്വാസത്തോടെ ടെലിവിഷനിലേക്ക് നോക്കുക. ഇരു കരങ്ങളും ഉയർത്തിപ്പിടിക്കും മക്കളെ. ഇത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയായി ഇറങ്ങി വരാൻ പോവുകയാണ്. സൗഖ്യമായി ഇറങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിക്കുക. അതരം തുറന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രവർത്തിക്കണമേ. അനേകർ അഭിഷേകം ചെയ്യണമേ. യേശുവേ, ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പല രാജ്യങ്ങളിലും പല ഭൂഖണ്ഡങ്ങളിലുമായി ഈ ശുശ്രൂഷയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആയിരങ്ങളെ ഈ സമയം അഭിഷേകം ചെയ്യണമേ. അവിടെ നിയോഗങ്ങളുടെ മേൽ, അവിടെ ആവശ്യങ്ങളുടെ മേൽ, അവിടെ നിരവധിയായിട്ടുള്ള എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവെ കരങ്ങൾ നീട്ടണമേ. ഹല 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 ഹല. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ദൈവഭയമുള്ളവരാക്കി മാറ്റുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത് ദൈവഭയമുള്ളവരായിരിക്കുക എന്നുള്ള വിഷയമാണ്. വളരെ പ്രാർത്ഥനയോടെ തിരുവചനത്തെ സ്വീകരിക്കുവാനായി ഒരുങ്ങാം. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: നമുക്ക് സുസ്ഥിരമായ ഒരു രാജ്യം ലഭിച്ചതിൽ നന്ദിയുള്ളവരാകാം. നമ്മുടെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം. നമ്മുടെ ദൈവത്തിന് സ്വീകാര്യമായ ആരാധന ഭയഭക്തി ആദരങ്ങളോടെ സമർപ്പിക്കാം. ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക, എന്താണ് ഈ ദൈവഭയം എന്ന് പറയുന്നത്? സാധാരണ നല്ല വിഷമുള്ള ഒരു മൂർഖൻ പാമ്പിനെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഒരു ഭയം വരും, നമുക്കൊക്കെ ഒരു പേടി വരും. ഇത് അതുപോലത്തുള്ളൊരു ഭയമല്ല. ദൈവഭയം എന്ന് പറയുന്നത് നമ്മുടെ ദൈവം മഹത്വത്തിൽ പൂർണ്ണനായവനാണ്. അപ്പൊ ദൈവത്തിന്റെ ആ മഹത്വപൂർണമായ സാന്നിധ്യത്തോടും പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ ആ അതിപരിശുദ്ധമായ സാന്നിധ്യത്തോടുമുള്ള നമ്മുടെ ഭയഭക്തി ആദരവിനെ പറയുന്നതാണ് ദൈവഭയം. നമ്മളെല്ലാവരും ദൈവഭയത്തിൽ നിറയപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്റെ സഭാഭരണ കാലഘട്ടത്തിൽ ദൈവജനത്തെ നോക്കി മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ദൈവഭയം നഷ്ടപ്പെട്ടതാണ്. പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. ഇന്ന് ഈ തലമുറയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിന് ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ദൈവഭയമില്ലാത്തതാണ്. പ്രവാചകനായ ഹോസിയ, ഇന്നേക്കാൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചകനായിരുന്നു ഹോസിയ. പ്രവാചകരുടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി ദൈവഭയം നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ അവസ്ഥ അതിപ്രകാരമാണ്. 4-ാം അധ്യായം 1-2 വചനങ്ങൾ. അവിടെ ദൈവം പറയാ, ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ദൈവഭയം ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ അറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കൊലപാതകവും ആണയിടലും വഞ്ചനയും മോഷണവും വ്യഭിചാരവും സീമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ ദൈവഭയം നഷ്ടപ്പെട്ടു പോയതിന്റെ ഫലങ്ങളാണ് ഇന്ന് നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങള് വഴിതെറ്റിപ്പോകുന്നു, യുവജനങ്ങള് അവർ മലിനപ്പെട്ടു പോകുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, മോഷണങ്ങള്, കൊലപാതകങ്ങള്, വ്യഭിചാരങ്ങള്, അവിഹിത വേഴ്ചകള് ഇതെല്ലാം സീമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. എന്താ കാരണം? ദൈവഭയം
അറ്റുപോയിരിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ, ദൈവം നമുക്ക് ദാനമായി തന്ന കുഞ്ഞുങ്ങളിൽ നിറയാൻ. ഈ ശുശ്രൂഷ അനേകം കുഞ്ഞുങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. കുഞ്ഞുമക്കളെ, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. മക്കൾ നന്നായി പ്രാർത്ഥിക്കണം, ദൈവഭയത്തിൽ നിറയാൻ. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, എന്താണ് ദൈവഭയമുള്ളവരുടെ പ്രത്യേകത? 3 പ്രത്യേകതകൾ നിങ്ങളോട് വചനത്തിൽ നിന്ന് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ പ്രത്യേകത, ദൈവഭയമുള്ളവരുടെ ഒന്നാമത്തെ പ്രത്യേകത, അവർ ഒരിക്കലും ദൈവവചനത്തെ ധിക്കരിക്കുകയില്ല. ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 31-ാം അധ്യായം 10-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, ഈ വിധം പരീക്ഷിക്കപ്പെട്ടിട്ടും കുറ്റമറ്റവരായി ആരുണ്ട്? അവൻ അഭിമാനിക്കാൻ അവകാശമുണ്ട്. പാപം ചെയ്യാൻ കഴിവുണ്ടായിട്ടും അത് ചെയ്യാത്തവർ, തിന്മ പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ ലഭിച്ചിട്ടും അത് ചെയ്യാത്തവർ, അവരാണ് ദൈവഭയമുള്ളവർ. നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്, അവർ വചനത്തെ വില കൊടുത്ത് അനുസരിക്കും. ഈ വചനം പങ്കുവെക്കുമ്പോൾ ഒരു സംഭവം എന്റെ മനസ്സിലോട്ട് കടന്നു വരികയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ അവിടെ ഏറെ സ്നേഹ ബഹുമാനപ്പെട്ട സോജി ഓലിക്കലച്ചൻ, ഇന്ന് ഇംഗ്ലണ്ടിൽ അഭിഷേകത്തിന്റെ അഗ്നിയെ സോജി ഓലിക്കലച്ചിലൂടെ പരിശുദ്ധാത്മ കത്തിച്ചുകൊണ്ടിരിക്കുക. ഇംഗ്ലണ്ടിലെ സഭ ഉണർന്നുകൊണ്ടിരിക്കുക. അത് യൂറോപ്പിന് തന്നെ ഒരു പുതിയ അഭിഷേകമായി മാറിക്കൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞൊരു അനുഭവം, 12 വയസ്സായ മിടുക്കിയായ ഒരു പെൺകുട്ടി. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ കൾച്ചർ വളരെ മ്ലേച്ഛകരമായ ഒരു സംസ്കാരമാണ്. പക്ഷേ ഈ പെൺകുട്ടിയുടെ പ്രത്യേകത, അവളെ പാപം ചെയ്യാൻ ഒരു ചെറുക്കൻ പ്രേരിപ്പിച്ചു. ഇവൾ വളരെ ബോധ്യത്തോടു കൂടി പറഞ്ഞു, എന്നെ കിട്ടത്തില്ല, ഇത് സിന്നാണ്, ഇത് പാപമാണ്, ഞാൻ അതിനെ കൂട്ടുനിൽക്കത്തില്ല. ആ ചെറുക്കൻ പറഞ്ഞു, നിന്റെ മാതാപിതാക്കൾ ചുമ്മാ പറഞ്ഞത് പാപമാണെന്ന്, ഇത് പാപമൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ ഇവളെ കൂടുതൽ വശീകരിക്കാനും പ്രലോഭിപ്പിക്കാനും പരിശ്രമിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, വെറും 12 വയസ്സേ ഈ പെൺകുട്ടിക്ക് പ്രായമായിട്ടുള്ളൂ. ഈ പെൺകുട്ടി എല്ലാ മാസത്തിലെ 2-ാം ശനിയാഴ്ചകളിൽ ബെർമിഹാമിൽ നടക്കുന്ന ആ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ ഇവൾ വളരെ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. ആ ശുശ്രൂഷയിലൂടെ ഇവൾക്ക് ദൈവവചനത്തിന്റെ ശക്തി മനസ്സിലായി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കുഞ്ഞ് പ്രാപിച്ചു. ആ ബോധ്യത്തിൽ നിന്ന് ആ ചെറുക്കനോട് പറഞ്ഞു, എന്നെ കിട്ടത്തില്ല, ഇത് പാപമാണ്, ഞാൻ ഇതിനെ അംഗീകരിക്കുകയില്ല. ആ ചെറുക്കൻ പല പ്രാവശ്യം ഇവിടെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടും ഈ പെൺകുട്ടി വളരെ ബോധ്യത്തോടു കൂടി പറഞ്ഞു, എന്നെ കിട്ടത്തില്ല. അവസാനം അവള് ശക്തിയോടെ പറഞ്ഞു, ഗെറ്റ് ഔട്ട്, നടന്ന് പോടാ അവിടുന്ന്, നീ എന്റെ മുന്നിൽ പോടാ അവിടെ നിന്ന് പറഞ്ഞ് വെറും 12 വയസ്സുള്ള പെൺകുട്ടി അവനെ ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ സുലഭമാണ്. പാപം പൈസയ്ക്ക് വിൽക്കുന്ന നാടാ. അത്രമാത്രം മ്ലേച്ഛതയും അരാജകത്വവും ലൈംഗികമായ വൈകൃതങ്ങളൊക്കെ അവിടെ നടമാടുന്ന ഈ സാഹചര്യത്തില് ഈ 12 വയസ്സുള്ള പെൺകുട്ടി അവൾ കർത്താവിന്റെ വചനത്തെ വില കൊടുത്തനുസരിച്ചു. അവൾ ദൈവവചനത്തെ മാനിച്ചു. പ്രിയമുള്ളവരെ, അതിനൊരു പ്രധാന കാരണം അവളിൽ ദൈവഭയമുണ്ടായിരുന്നു. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വചനത്തിലോട്ട് വരുമ്പോൾ കർത്താവായ യേശു ഫിലദൽഫിയ സഭയെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു തിരുവചനമാണിത്. അവിടെ യേശു ഫിലദൽഫിയ സഭയെ നോക്കി പറയുന്നു, നീ എന്റെ വചനം കാത്തു, നീ എന്റെ നാമം നിഷേധിച്ചില്ല, ആയതിനാൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത ഒരു തുറന്നു കിടക്കുന്ന വാതിൽ നിന്റെ മുൻപിൽ ഞാനിതാ സ്ഥാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ വചനത്തെ അനുസരിക്കുക എന്നുള്ളതല്ല. നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് സുഖം തരുന്ന, നമുക്ക് നേട്ടം തരുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വചനത്തെ അനുസരിക്കാം, അതല്ല ദൈവഭയം. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, നമ്മുടെ സുഖങ്ങൾ എന്തൊക്കെ മാറ്റിവെക്കേണ്ടി വന്നാലും വില കൊടുത്ത് ആരൊക്കെ ദൈവവചനത്തെ അനുസരിക്കുന്നുവോ അവരാണ് ദൈവഭയമുള്ളവരെന്ന് വിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവഭയമുള്ളവരുടെ 2-ാമത്തെ പ്രത്യേകത, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ദൈവവചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും.
നമ്മുടെ ഇഷ്ടങ്ങളല്ല, നമ്മുടെ താല്പര്യങ്ങളല്ല, നമ്മുടെ ആഗ്രഹങ്ങളല്ല, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കും. എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഞാൻ ഓർക്കുക. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പലരുടെ റിസൾട്ടുകൾ വന്ന് പല കോഴ്സുകളിലേക്കും പല കോളേജിലേക്കൊക്കെ പോകുന്ന സമയമാണ്. പല മാതാപിതാക്കളും നല്ല ബുദ്ധിയും ബോധമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള കോളേജ് ടീച്ചേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള മാതാപിതാക്കള് കടന്നു വന്ന് ഇപ്രകാരം പറഞ്ഞു, സഹോദര, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏത് കോളേജിലാണ് ചേരേണ്ടത്? ഞങ്ങളുടെ മക്കൾ എവിടെയാണ് നിൽക്കേണ്ടത്? കർത്താവിനോടൊന്ന് ആലോചന ചോദിക്കുക. ദൈവം എന്താണ് പറയുന്നത്? ഞങ്ങൾ അതിനനുസരിച്ച് സ്വീകരിക്കാൻ റെഡിയാണ്. എന്തൊരു സമർപ്പണമാ! കർത്താവിന്റെ ആ ഇഷ്ടത്തോടുള്ള എന്തൊരു സ്നേഹമാണ്! എനിക്ക് വല്ലാത്തൊരു ആനന്ദം തോന്നി. ഒരുപാട് മക്കള് ഇന്ന് ഈ വിധത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സകലതിലും ദൈവമക്കൾ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കണം. വിവാഹത്തോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ദൈവത്തിന് ഇഷ്ടം അന്വേഷിക്കണം. നമുക്ക് ബോധിച്ചവരുടെ പുറകെ പോവല്ല. എനിക്ക് അവനെ ഇഷ്ടമായി, എനിക്ക് അവളെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അവളെ സ്വീകരിച്ചു, ഞാൻ അവനെ സ്വീകരിച്ചു. ചില ചോദിക്കാറ്, സ്നേഹിക്കുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നതുകൊണ്ട് എന്നാ തെറ്റ്? എനിക്ക് ഇഷ്ടപ്പെട്ടവളെ ഞാൻ സ്വീകരിക്കുന്നതുകൊണ്ട് എന്താ തെറ്റ്? തെറ്റുണ്ട്. ദൈവവചനപ്രകാരം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് തെറ്റാണ്. ദൈവത്തിന് ഇഷ്ടം അന്വേഷിക്കണം. വിവാഹ കാര്യത്തിൽ പോലും മാതാപിതാക്കളെ, എനിക്ക് നിങ്ങളൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ, കുടുംബത്തോടുള്ള കാര്യത്തിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവരാകണം. കാരണം നമ്മൾ ദൈവമക്കളാണ്. ചിലങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ, നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, നാട് ഓടുമ്പോൾ നടുവേ നമ്മൾ ഓടണ്ടേ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാ, നാട് ഓടുമ്പോൾ നടുവേ ഓടിക്കഴിഞ്ഞാൽ നടു ഒടിഞ്ഞു പോട്ടോ, നടു ഒടിഞ്ഞു പോവും. നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടേണ്ടവരല്ല, ലോകത്തിന്റെ ഒഴുക്കിനൊപ്പം പോകേണ്ടവരല്ല. നമ്മൾ ഏത് കാര്യങ്ങളിലും ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കേണ്ടവരാ. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 7-ാം അധ്യായം 39-ാം വചനത്തിൽ പറയുന്നത്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്താലും കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളുടെ കാര്യം പറയാനുണ്ട്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ പഠനം അത് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. നിങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോൾ, നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ, നിങ്ങളുടെ പെരുമാറ്റങ്ങള്, നിങ്ങളുടെ സംസാരങ്ങള് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. ഇവിടെ ബിസിനസ്സുകാർ പങ്കെടുക്കുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ് കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. നമ്മുടെ കുടുംബ ജീവിതം കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. ഒരുപാട് ദൈവ ശുശ്രൂഷകർ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ശുശ്രൂഷ ജീവിതം കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. നമ്മുടെ തൊഴിൽ മേഖലകൾ കർത്താവിന് യോജിച്ച വിധത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കണം. 3-ാമത്തെ പ്രത്യേകത, ദൈവഭയമുള്ളവർ അവർ എപ്പോഴും തങ്ങളുടെ ദൈവത്തിന് മഹത്വം കൊടുക്കും. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കും. തനിക്ക് തന്നെയല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പൂർവ്വ ജോസഫ്. നമുക്ക് കാണാൻ പറ്റും, ഉൽപ്പത്തിയുടെ പുസ്തകം 39 മുതൽ നിങ്ങൾ 45 വരെ ഉള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അവിടെ 10 പ്രാവശ്യം പൂർവ്വ ജോസഫ് തന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട്. ആ പോത്തിഫറിന്റെ ഭാര്യ പാപം ചെയ്യാൻ ജോസഫിന് അടുത്ത് വന്നപ്പോൾ ആ സ്ത്രീയെ നോക്കി ജോസഫ് പറയും, എന്റെ ദൈവത്തിനെതിരെ നീചമായി ഈ പ്രവൃത്തി ചെയ്ത് ഞാൻ എങ്ങനെയാണ് എന്റെ ദൈവത്തെ വേദനിപ്പിക്കുക? അവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തിന് മുൻനിർത്തുകയാണ്. വീണ്ടും ഫറവോയുടെ മുമ്പിൽ പറയുന്നുണ്ട്, ഫറവോ, ഈ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് ഞാനല്ല, ദൈവമാണ് ഇത് വ്യാഖ്യാനിക്കാൻ എനിക്ക് കൃപ നൽകിയത്. അങ്ങനെ എന്റെ ദൈവം. എത്ര പ്രാവശ്യം ജോസഫ് പറയണമെന്നറിയോ? കാരണം എന്താണെന്നറിയോ? അവൻ ദൈവഭയമുള്ള ഒരു യഥാർത്ഥ ദൈവ പൈതലായിരുന്നു. ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾ സങ്കീർത്തകനും രാജാവുമായ ദാവീദിന്റെ ജീവിതത്തിലോട്ട് വാ. ദാവീദ് പറയുന്നുണ്ട്, അവിടെ കർത്താവിന്റെ നാമത്തെ ആ ഫിലിസ്തീയ മലനായ ഗോലിയാത്ത് ദുഷിക്കുകയാ. ഈ ദൈവഭയമുള്ളവരുടെ വലിയൊരു പ്രത്യേകത ഇത്, കർത്താവിന്റെ നാമം ദുഷിക്കപ്പെടുന്നത് കേൾക്കുമ്പോഴും കാണുമ്പോഴും അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല, അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അവരുടെ അകത്ത് ഒരു വലിയ എരിവ് വെളിപ്പെടും, അവിടെ അകത്ത് ഒരു വലിയ ജ്വലനമുണ്ടാകും. ആ ഫിലിസ്തീയ മല്ലൻ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമം ദുഷിക്കുന്നത് കേട്ടപ്പോൾ ഏല താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദാവീദ് എന്ന ആ ബാലൻ ഗോലിയാത്തിനെ നോക്കിക്കൊണ്ട് പറയും, എടാ ഗോലിയാത്തെ, മിണ്ടാതിരിക്കണ, നീ എന്നാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞ് അവനെ വെല്ലുവിളിക്കുകയാ.
ഇത് പറഞ്ഞിട്ട് ദാവീദ് ഗോലിയാത്തിനോടൊരു കാര്യം പറയുന്നുണ്ട്. എന്താ പറയണമെന്നറിയോ? സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അവിടെ 17-ാം അധ്യായം 46-ാം വചനത്തിൽ ദാവീദ് പറയും, എടാ ഗോലിയാത്തേ, ഇന്ന് എന്റെ ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇത് പറഞ്ഞിട്ട് ദാവീദ് അഭിഷേകത്തോടെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. ഹല്ലേലൂയ. ഇസ്രായേലിൽ ഒരു ദാവീദ് ഉണ്ടെന്ന് സകലരും അറിയട്ടെ എന്നല്ല പറഞ്ഞത്. പലപ്പോഴും നമ്മുടെ പ്രവർത്തികളും നമ്മുടെ സംസാരങ്ങളും നമ്മുടെ ഓരോ ആക്ഷനും നമ്മളെ തന്നെ പ്രൊജക്ട് ചെയ്യാനാ, നമ്മളെ തന്നെ മഹത്വപ്പെടുത്താനാ. എനിക്ക് മഹത്വം കിട്ടണം, എനിക്ക് ആളാവണം, എനിക്ക് ഉയരണം, എവിടെയും ഞാൻ. ഇതൊരു ദൈവ പൈതലിന്റെ ആറ്റിറ്റ്യൂഡല്ല. ഇവിടെ ദാവീദ് അവൻ പറഞ്ഞു, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ലോകം മുഴുവൻ അറിയട്ടെ. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു അഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വളരെ സന്തോഷത്തോടു കൂടി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റെന്തിനേക്കാളും ഉപരി നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ തൊഴിൽ മേഖലകളിലെല്ലാം ദൈവഭയം നിറയാൻ, അത് നിറഞ്ഞാൽ മാത്രം പോരാ, കവിഞ്ഞാൽ മാത്രം പോരാ, അത് ഒഴുകപ്പെടുവാൻ നിങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിക്കേ. പ്രിയ ദൈവമക്കളെ, തുറന്നു വരുന്ന ആരാധന ശുശ്രൂഷയിൽ ഈ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുവേ നാഥ, സ്വർലോകരാജ, നിത്യപുരോഹിതനേ, രക്തം ചൊരിഞ്ഞ് ജീവൻ വെടിഞ്ഞ ലോകത്തിൻ പൊൻദീപമേ, വിശുദ്ധിയിൽ മഹത്വപൂർണനായ ദൈവം തന്നെ ശൂന്യനാക്കി സ്വരൂപനായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുവാനായി കർത്താവ് പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സാധിക്കുന്ന എല്ലാവരും വില കൊടുത്ത് നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നിങ്ങൾ യാചനാപുരം തുറന്നു പിടിക്കുക. ഹൃദയ നുറുക്കത്തോടെ വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടി അവർ അനുഗ്രഹിക്കണമേ, സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും തലമുറകളെയും അഭിഷേകം ചെയ്യണമേ. ദൈവഭയത്തിൽ, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ, ദൈവകൃപയിൽ, ദൈവാശ്രയത്വത്തിൽ ഞങ്ങൾ ഓരോരുത്തരും വളരുവാൻ കർത്താവെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഇരുകരങ്ങളും ഉയർത്തി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. വേദനിച്ചും നിരാശപ്പെട്ടും ദുഃഖിച്ചും അസ്വസ്ഥപ്പെട്ടും ആകുലപ്പെട്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളെ ഈ ആരാധന ശുശ്രൂഷയിൽ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്രകാരമുള്ള ജീവിതങ്ങളിലേക്കെല്ലാം ഇതാ അവൻ തന്റെ അനുഗ്രഹത്തിന്റെ അഭിഷേകം പകരുന്നു. യേശുവേ, യേശുവേ, യേശുവേ. വലിയ വിശ്വാസത്തോടെ വിളിക്കും മക്കളെ, ഇതാ സ്വർഗം ഇറങ്ങി വന്നിരിക്കുന്നു. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, ഇതാ ഈശോ നമ്മെ അനുഗ്രഹിക്കുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ മക്കളിലേക്ക്, സഹോദരി സഹോദരങ്ങളിലേക്ക്, നമ്മുടെ ജീവിത പങ്കാളിയിലേക്ക്, നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക് കർത്താവ് തന്റെ കൃപ സമൃദ്ധമായി പകരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി. പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഈശോയെ പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും
വചനത്തെ സ്ഥിരീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി.